അങ്ങനെ 10 തികഞ്ഞു. അവസാനം അമ്മായി പെറ്റു, സതീശൻ മുഖ്യമന്ത്രി. ഹാവൂ, ആശ്വാസമായി. എന്നാൽ ശരിക്കും ആശ്വാസമായോ? ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ചെന്നിത്തലയിൽ നിന്ന് ആദ്യത്തെ വെടി പൊട്ടിയിട്ടുണ്ട്. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ല, അച്ചടക്കം പാലിച്ചിട്ടും അവഗണന, കടുത്ത അമർഷത്തിൽ രമേശ് ചെന്നിത്തല നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെ ചെന്നിത്തലയെ കുറിച്ച് വന്ന വാർത്ത. 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. UDFന്റെ ഗവൺമെന്റ് ആര് നയിക്കുന്നു തീരുമാനിക്കാൻ UDFന് ഭൂരിപക്ഷം ലഭിച്ചു കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് 5 മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കും. നിങ്ങൾക്കൊരു അരമണിക്കൂർ ചർച്ച നടത്താനുള്ള സമയം പോലും ഞങ്ങൾ തരത്തില്ല. 10 ദിവസം എടുത്തിട്ടാ ഒരാളെ തീരുമാനിച്ചത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. എന്ത് ജനാധിപത്യം! സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ജയിച്ച മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. 102 സീറ്റിൽ വിജയിച്ച UDFൽ 63 സീറ്റുള്ള കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നാണ് നോക്കേണ്ടത്. AICC അത് നോക്കിയപ്പോൾ KC വേണുഗോപാലിനെയാണ് കൂടുതൽ MLA-മാർ പിന്തുണച്ചത്, 46 പേർ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായ സതീഷിനെ പിന്തുണച്ചത് വെറും 6 MLA-മാർ മാത്രം. അതേസമയം രമേശ് ചെന്നിത്തലക്ക് സതീഷിനേക്കാൾ കൂടുതൽ MLA-മാരുടെ പിന്തുണ കിട്ടി, 8 പേരുടെ. പക്ഷെ അവസാനം ഏറ്റവും കുറവ് MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതായത് സ്വന്തം പാർട്ടിയിലെ 10% MLA-മാരുടെ പോലും പിന്തുണയില്ലാത്ത സതീശൻ മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമേ അത് അങ്ങനെയല്ല. ജനങ്ങളുടെ പിന്തുണ നോക്കിയിട്ടാ തീരുമാനിച്ചത് എന്നായിരിക്കും സതീഷിന്റെ ആരാധകർ പറയാൻ പോകുന്നത്. അതെപ്പോൾ എങ്ങനെയാ നോക്കിയത്? അതിനുവേണ്ടി വല്ല വോട്ടെടുപ്പും നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? അതായത് ലീഗിന്റെ പിന്തുണ, പിന്നെ സോഷ്യൽ മീഡിയ വഴി സതീഷിന്റെ അണികളെ വെച്ച് സതീഷിന് ഉണ്ടാക്കിയെടുത്ത ഒരു ബിൽഡപ്പ് പിന്തുണ. KCയെ പിന്തുണച്ചവർക്ക് സതീഷിന്റെ അനുകൂലികളും ലീഗുകാരും കൂടി പൊങ്കാലയിട്ടു. നോക്കണം, റിസൾട്ട് വരുന്നത് വരെ ലീഗിന്റെ പച്ചപ്പടയുടെ ആവേശമായിരുന്ന ഷാഫി പറമ്പിൽ KCയെ സപ്പോർട്ട് ചെയ്യാൻ MLA-മാരോട് കൽപ്പിച്ചെന്നും പറഞ്ഞ് ഷാഫിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ സതീഷിന്റെ ഫാനും ലീഗുകാരും ചേർന്ന് പൂരാ പൊങ്കാല പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഷാഫി പുതിയ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല തന്റെ ഫേസ്ബുക്ക് പേജിൽ. എന്നിട്ടും റിസൾട്ട് വന്നതിന്റെ പിറ്റേന്ന്, അതായത് 5-ാം തീയതി ഇട്ട ഒരു പോസ്റ്റ് തേടി പിടിച്ച് വന്നിട്ടാണ് ഈ കൂട്ടർ പൊങ്കാല ഇട്ടത്. ഈ കലാപരിപാടികൾ തകൃതിയായതോടെ AICC ശരിക്കും ആപ്പിലായി. കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടായിട്ടും KC വേണുഗോപാലിനെ തീരുമാനിക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയില്ല. ചുമ്മാ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ പോരല്ലോ. KC നിലവിൽ MLA അല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും മണ്ഡലത്തിലെ MLA-മാരെ രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് ജയിക്കണം. ജയിച്ചാലും തോറ്റാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. ഇനി ജയിച്ചാലോ KC നിലവിൽ ലോക്സഭാ അംഗമായ സ്ഥിതിക്ക് അത് രാജിവെക്കണം. അപ്പോൾ വീണ്ടും ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ്. എന്നാൽ മുഖ്യമന്ത്രി ആവാൻ കഴിയാത്ത കലിപ്പ് സതീഷിനും ചെന്നിത്തലയും KCയോട് ആ തെരഞ്ഞെടുപ്പിൽ തീർക്കും, ഉറപ്പാണല്ലോ. കൂടാതെ ചില ഘടകകക്ഷികളും പണി തരും എന്ന് AICCക്ക് തോന്നിയപ്പോൾ അവർ തൽക്കാലം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വേണ്ടാന്ന് വെച്ചു KC പിൻവാങ്ങാൻ നിർബന്ധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ അന്ന് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്ന KCയോട് ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ കാണിക്കുന്നത് അബദ്ധമാണ്. ഇവിടെ ലോക്സഭയിലേക്ക് നിങ്ങൾ ജയിച്ചാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. പകരം അവിടെ വരുന്നത് BJP-യാണ്. കാരണം അന്ന് കോൺഗ്രസിന്റെ ഭരണം പോയി BJP വന്ന സമയമാണ്. അറിഞ്ഞുകൊണ്ട് BJPക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് നിങ്ങൾ കാരണം കിട്ടും. പക്ഷെ അന്ന് ഇടതുപക്ഷത്തിന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ച് BJPക്ക് രാജസ്ഥാനിൽ നിന്നും ഒരു രാജ്യസഭാ MP സംഭാവന ചെയ്ത ആൾ കൂടിയാണ് ഈ KC വേണുഗോപാൽ. ഹരിയാനയിലെ ഒരു വനിതാ കോൺഗ്രസ് നേതാവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് വാഗ്ദാനം നൽകി 7 കോടി വാങ്ങി എന്ന കേസിൽ KCയും കൊടിക്കുന്നിൽ സുരേഷിനും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സ്റ്റാഫിലെ ഒരാളും അന്വേഷണത്തിലാണ്. ഡിജിറ്റൽ തെളിവടക്കം, പണം കൈമാറിയ ഡിജിറ്റൽ തെളിവടക്കം ഇട്ടിട്ടാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് കേസ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടിയാവുമ്പോൾ KCയുടെ കാര്യം പരുങ്ങലിലാണെന്ന് AICCക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നത്. സംഗതി എന്തായാലും അങ്ങനെ ഏറ്റവും കുറവ് MLA-മാരുള്ള പിന്തുണ കിട്ടിയ സതീശൻ മുഖ്യമന്ത്രിയായി. ഇനി സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന എന്താണെന്നാണ് ചെന്നിത്തല തന്നത്. കൂടാതെ KCയെ പിന്തുണക്കുന്നവരും എന്ത് സമീപനമാണ് സതീഷിനോട് എടുക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് കരുതി KC അനുകൂലികൾ ചെന്നിത്തലക്കൊപ്പം നിന്നാൽ സതീഷിന്റെ കാര്യം കട്ട പുകയായിരിക്കും. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പരിഗണിക്കപ്പെടാത്തതിന്റെ കലിപ്പ് VD സതീശൻ തീർത്തത് അവരാരും മറന്നു കാണില്ല. ഇപ്പോൾ കോൺഗ്രസുകാർ പുണ്യാളൻ എന്ന് പറഞ്ഞു വാഴ്ത്തുന്ന അതേ ഉമ്മൻചാണ്ടി ഭരണത്തെ തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച മഹാനാണ് ഈ സതീശൻ. അതിന്റെ കലിപ്പ് കോൺഗ്രസ് MLA-മാരിൽ 90% ഉണ്ടെന്ന് സതീഷിനെ പിന്തുണച്ചവരുടെ എണ്ണത്തിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ
തന്നെ പിന്തുണക്കാത്ത MLA-മാർ ആരൊക്കെയാണെന്ന് സതീഷിനും അറിയാം. അവരോടുള്ള സതീഷിന്റെ നിലപാട് നമുക്ക് ഊഹിക്കാം. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫ്രോഡുകൾപ്പെട്ട ഒരാളാണ് സതീശൻ. പച്ച നുണ പറയാൻ, അത് നുണയാണെന്ന് തെളിവ് സഹിതം പുറത്തു വന്നാലും വീണ്ടും വീണ്ടും അതേ നുണ തന്നെ ആവർത്തിക്കാനും ഒരു ഉളുപ്പുമില്ലാത്ത ആൾ. രാഷ്ട്രീയം ഉപജീവനമാക്കിയ ഒന്നാം തരം കപടൻ. കഴിഞ്ഞ ദിവസം സതീശൻ മുഖ്യമന്ത്രിയാവുന്ന ആവേശത്തിൽ മൂപ്പരുടെ വീട്ടിലേക്ക് അനുയായികളും പത്രപ്രവർത്തകരൊക്കെ ഒഴുകിയെത്തിയപ്പോൾ കണ്ട ഒരു വാർത്ത ഞാൻ നോക്കുമ്പോഴാണ് സതീഷിന്റെ വീട് ഞാൻ ശ്രദ്ധിച്ചത്. ഈ വീട് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു 3000-3500 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വലിപ്പമുണ്ടെന്നാണ്. എന്നാൽ മൂപ്പർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം 1575 സ്ക്വയർ ഫീറ്റ് ആണ് തന്റെ വീടെന്നാണ്. അഫിഡവിറ്റിൽ കാണിച്ചിരിക്കുന്ന മൂപ്പരുടെ ആസ്തിയോ 6,65,00,000 മുകളിലും. എന്നാൽ സതീഷിന്റെ പൂർവ്വകാല ചരിത്രം, മുമ്പ് സതീഷിന്റെ കൂടെ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച കോൺഗ്രസിന്റെ പഴയ എറണാകുളം DCC സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ KSU പറവൂർ താലൂക്കിന്റെ സെക്രട്ടറിയായി. അന്ന് G കാർത്തിയാനാണ് KSUവിന്റെ പ്രസിഡന്റ്. 79-80 കാലഘട്ടത്തിൽ താലൂക്ക് പ്രസിഡന്റായി. 80 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല KSU സംസ്ഥാന പ്രസിഡന്റായപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 7 വർഷക്കാലം ജില്ലയുടെ സെക്രട്ടറിയായി. അതിനുശേഷം വടക്കേക്കര നിയോജക മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വർക്ക് ചെയ്തു ഒരു 5 കൊല്ലക്കാലം. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായി 2004 വരെ പ്രവർത്തിച്ചു. അദ്ദേഹം എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരനായി മാറുകയാണ് ചെയ്തത്. 91-93 കാലഘട്ടത്തിൽ 1000 രൂപ ശമ്പളത്തിലായിരുന്നു എറണാകുളം MG റോഡിലുള്ള സിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരനായി മാറിയത്. ഇതിന്റെ ഇടയിൽ അദ്ദേഹം 91 കാലഘട്ടത്തിൽ പറവൂര് മണി ചെയിനായിട്ട് വന്നു. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിരുന്നു. സതീശന്റെ ഒരു അർത്ഥ ദാരിദ്ര്യം എന്ന് പറയാം. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറവൂര് മണി ചെയിനായിട്ട് വന്നു. ഒരു 12,000 പേരെ അവിടെ ചേർത്തതിന് ശേഷം ചെയിൻ പൊട്ടിച്ച് മുങ്ങി. ശരിക്കൊരു ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സതീശനൊന്നും അവിടെ തിരിച്ചു വരാൻ പറ്റൂല. അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ PV അൻവർ MLA ആയിട്ട് സതീശൻ ഒരു ടഗ് വന്ന സമയത്ത് ഈ വിഷയം എന്നെ വിളിച്ചിട്ട് മണി ചെയിനിന്റെ പേപ്പർ വേണമെന്ന് പറഞ്ഞു. ഞാനത് കളക്ട് ചെയ്ത സമയത്ത് സതീശ് അവന്റെ കഷ്ടകാലത്തിൽ സതീശിന്റെ പേരുള്ള മണി ചെയിന്റെ ആപ്ലിക്കേഷൻ തന്നെ എന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ അദ്ദേഹം നിയമസഭയിലൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് വേറൊരു കാര്യം കൂടി കണ്ടെത്തി. ബോംബെ ബേസ്ഡ് കമ്പനിയാണ് ഇത് നടത്തുന്നതിനാണ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബോംബെയിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല, ഒരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. 96 പുള്ളി മത്സരിച്ച് തോറ്റ് 2001 പിന്നെ പറവൂരിന്ന് ജയിച്ചു കയറുന്നത്. 2001 ജയിച്ചു കയറി അതുവരെയൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ ആളുകളെയൊക്കെ പ്ലീസ് ചെയ്തൊക്കെ പോരുന്ന ഒരു സതീശനാണ്. 4 വർഷം കഴിഞ്ഞതോടുകൂടി സതീശൻ ഒരു അഹങ്കാരത്തിന്റെ രൂപമായിട്ട് മാറി. കാരണം ഈ 4 വർഷക്കാലം കൊണ്ട് അന്നത്തെ സിവിൽ സപ്ലൈ മന്ത്രിയായിരുന്ന കാർത്തികേയന്റെ പിൻപറ്റി നിന്ന് കേരളത്തിലേക്കുള്ള പർച്ചേസ് മുഴുവനും സതീശനെ ഏറ്റെടുത്ത് ഒരു 500 കോടിക്ക് മേളിൽ കമ്മീഷൻ സതീശന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. കാർത്തികേയൻ ഒരു കണ്ണടിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവന്റെ പണം വന്ന് പെട്ടത്. പണം പെട്ടത് അറിയാനിടവെന്ന് പറഞ്ഞാൽ 1 വർഷക്കാലം അടൂർ പ്രകാശായിരുന്നു കാർത്തികൻ. മറ്റേ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച സമയത്ത് ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്ന സമയത്ത് അടൂർ പ്രകാശായിരുന്നു സിവിൽ സപ്ലൈ മന്ത്രി. അദ്ദേഹം വന്ന ഉടനെ തന്നെ മുൻ അഴിമതിക്കെതിരെ ജസ്റ്റിസ് മുരളീധരനെ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹമാണ് ഈ അഴിമതി മുഴുവൻ കണ്ടെത്തിയത്. അപ്പൊ അതിലൊരു ഒരഴിമതി ഞാൻ പറയാം. ഇപ്പൊ ചെറുപയർ 18 രൂപയ്ക്കാണ് സപ്ലൈക്കോ വാങ്ങിയത്. സിവിൽ സപ്ലൈ വാങ്ങുന്നത് 27. അപ്പൊ എത്ര രൂപ കൂടി? 9 രൂപ കൂടി. അത് തന്നെ 100 കോടി രൂപയുടെ അഴിമതിയാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തതിൽ വൻ അഴിമതിയാണ്. അപ്പൊ ഇതിന്റെ കമ്മീഷൻ മുഴുവനും സതീശന്റെ കയ്യിലേക്കാണ് ഒരു 70% വന്നു പെടുന്നത്. ഇതറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് KT ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിൽ ഇതിന്റെ ഏജന്റായിട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ ഏജന്റായിട്ട് വന്നത്. അദ്ദേഹമാണ് ഇത് കേസായി മാറി. കേസായി മാറുന്ന പറഞ്ഞാൽ മുരളീധരൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ജയകുമാർ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നപ്പോ ജയകുമാർ പറയണം, എന്തൊരു കളറാണ് സതീശൻ. ഞങ്ങൾ കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പോ
ബൾക്കായിട്ട് പണം കൊടുത്ത കാര്യങ്ങൾ കർഷകർ മണി ചെയിൻ പരിപാടി നടത്തി ഉപജീവനം നടത്തിയിരുന്ന സതീശൻ ഈ മണിമാളികയിൽ എത്തുന്നതിനിടയിൽ ഉണ്ടായ മാജിക് എന്തായിരുന്നു എന്ന് ഏറെക്കുറെ മനസ്സിലായില്ലേ? രാഷ്ട്രീയം ഉപജീവനമാക്കിയവരാണ് ഇക്കൂട്ടർ. ഇത് മഹാഭൂരിപക്ഷത്തിനും ബോധ്യപ്പെടാത്തിടത്തോളം കാലം വീണ്ടും ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രി ആറാട്ടുമുണ്ടൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് കൊടുക്കേണ്ടി വരും, കുറച്ച് കയ്പ് നീര് കുടിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയാ ആ കയ്പ് നീര് കുടിച്ച് വീണ്ടും മുണ്ട് മുറുക്കിയെടുത്ത് നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ? ഗുദാ ഗവ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.